നമസ്കാരം. ഇവർക്കും ഡെയിലി ന്യൂസ് അനലിസ്റ്റിലേക്ക് സ്വാഗതം. സുഗന്ധ ഹിന്ദു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ഇതിലെ ഫസ്റ്റ് ആർട്ടിക്കിൾ എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിളാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ദ ക്ലൈമറ്റ് ക്രൈസിസ് ഇസ് നോട്ട് ജെൻഡർ ന്യൂട്രൽ എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യൻ സൊസൈറ്റി അതേപോലെ തന്നെ ഇന്ത്യൻ പൊളിറ്റിയുടെ ഒക്കെ പോയിന്റ് ഓഫ് വ്യൂല് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഡിസ്കഷൻ വരുന്നതുകൊണ്ട് തന്നെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 GS പേപ്പർ 2 പോയിന്റ് ഓഫ് വ്യൂലായിരിക്കും എക്സാമിന് വ്യൂ പോയിന്റിൽ നമ്മൾ ഈ ഒരു ആർട്ടിക്കിളിനെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ആർട്ടിക്കിൾ എന്ന് വരാനായിട്ടുള്ള കാരണം നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ഒരു ടോപ്പിക്കിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വേണമെങ്കിൽ പറയാൻ സാധിക്കും. കാരണം ഇന്നലെ നമ്മൾ സുപ്രീം കോടതിയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ജഡ്ജ്മെന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതായത് ഈ പറഞ്ഞ റൈറ്റ് ടു ക്ലീൻ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഓൾറെഡി എന്തായിട്ട് മാറ്റിയിട്ടുണ്ട്? സുപ്രീം കോടതി ഒരു ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഭാഗമായിട്ട് മാറ്റിയിട്ടുണ്ട്. സോ ആ ഒരു പശ്ചാത്തലത്തിലാണ് ബേസിക്കലി ഇപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. ദ ക്ലൈമറ്റ് ക്രൈസിസ് നോട്ട് ജെൻഡർ ന്യൂട്രൽ. അതായത് ക്ലൈമറ്റ് ക്രൈസിസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നമ്മൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ എസ്പെഷ്യലി ഡെവലപ്പിംഗ് കൺട്രീസിലെല്ലാം തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ ക്ലൈമറ്റ് ക്രൈസിസിന്റെ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന സ്ത്രീകളും കുട്ടികളുമാണ്. വുമൺ ആൻഡ് ചിൽഡ്രൻ ആണ് ഈ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ഇതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ പറഞ്ഞ റൈറ്റ് ടു ക്ലീൻ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ ആ ഒരു വുമൺ എംപവർമെന്റിനും കൂടെ താല്പര്യം കൊടുക്കണം എന്നുള്ളതും കൂടിയാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് മെയിൻലി ഡിസ്കഷൻ വരുന്നത്. അതിന്റെ അൾട്ടിമേറ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് while climate action requires 100% involvement of all the population, at the same time, empowering women would mean better climate solution എന്നുള്ളതാണ് ഒറ്റ വാക്കിൽ ഒരു ആർട്ടിക്കിളിന്റെ ഒരു ആകെ മൊത്തം ഈ ഒരു കൺക്ലൂഷൻ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. പിന്നെ ഈ ഒരു ആർട്ടിക്കിളിനകത്ത് മെയിൻലി പറയുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ഡേറ്റാസ് ഉണ്ട്. നമുക്ക് എസ്പെഷ്യലി മെയിൻസിലെ വ്യൂ പോയിന്റിലൊക്കെ തന്നെ വളരെയധികം ആവശ്യമായിട്ട് വരുന്ന കുറച്ച് ഡേറ്റാസും കൂടി ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പറയുന്നുണ്ട്. ആ പോയിന്റ് ഒക്കെ ആയിരിക്കും നമ്മൾ മെയിൻലി ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. സോ എനിവേ ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ആർട്ടിക്കിളിനകത്ത് മെയിൻ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്ന പോയിന്റ് ഉണ്ട് ഈ ഒരു ജെൻഡർ ന്യൂട്രാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട്. ഐ മീൻ ഈ പറഞ്ഞ പോലെ എങ്ങനെയാണ് അല്ലെങ്കിൽ ഇവിടുത്തെ ഡേറ്റകൾ പരിശോധിക്കുമ്പോൾ എങ്ങനെയാണ് ക്ലൈമറ്റ് ക്രൈസിസും ഈ പറഞ്ഞ പോലെ സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ അതിനോട് എന്തുകൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന രീതിയിൽ ഒന്ന് രണ്ട് ഡേറ്റാസ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഡേറ്റയാണ് UNDPയുടെ ഡേറ്റയാണ്, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഡേറ്റയുണ്ട്. വുമൺ ആൻഡ് ചിൽഡ്രൻ ആർ 14 ടൈംസ് മോർ ലൈക്ലി ദാൻ മെൻ ടു ഡൈ ഇൻ എ ഡിസാസ്റ്റർ. ഒരു പ്രദേശത്ത് ഒരു ഡിസാസ്റ്റർ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ ആ ഡിസാസ്റ്റർ ഉൾപ്പെട്ട് മരണമടയാനായിട്ടുള്ള സാധ്യത 14 മടങ്ങ് ആർക്കാണ് കൂടുതൽ എന്ന് പറഞ്ഞിരിക്കുന്നത്? സ്ത്രീകൾക്കാന്ന് പറഞ്ഞിരിക്കുന്നത്. വുമൺ ആൻഡ് ചിൽഡ്രൻ ആണ് കമ്പയർഡ് ടു മെൻ എന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, പല രീതിയിലുള്ള ഫാക്ടേഴ്സ് അതിന് കാരണമായിട്ട് മാറാറുണ്ട്. എസ്പെഷ്യലി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സോഷ്യൽ റോളുകൾ, പിന്നെ ഈ പറഞ്ഞ പോലെ എക്കണോമിക് ആയിട്ടുള്ള ഡിസ്പാരിറ്റീസ്, കൾച്ചറൽ നോമുകൾ, ഇങ്ങനെയുള്ള പലവിധ കാരണങ്ങളാണ് ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു ഡിസാസ്റ്റർ ക്ലൈമറ്റ് റിലേറ്റഡ് ആകാം അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഡിസാസ്റ്റേഴ്സ് ഒക്കെയാണല്ലോ ഉണ്ടാകുമ്പോഴേക്കും അതിൽ കൂടുതലും ദുരിതം അനുഭവിക്കുന്ന ആര് തന്നെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? സ്ത്രീകളും കുട്ടികളുമാണെന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ പല കാര്യങ്ങൾ എന്ന് പറയുമ്പോഴേക്കും നമ്മളിപ്പം പറഞ്ഞല്ലോ, സോഷ്യൽ റോളുകൾ, എക്കണോമിക് ഡിസ്പാരിറ്റീസ്, കൾച്ചർ നോംസ് ഒക്കെ തന്നെയായിട്ട് പറഞ്ഞു. സോ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വാക്കാണ് ഇന്റർസെക്ഷനാലിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. സെക്ഷനാലിറ്റി. ഓക്കെ, ഈ ക്ലൈമറ്റ് ക്രൈസിസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇതിനെ പറയാൻ സാധിക്കുന്നതാണ് ഇന്റർസെക്ഷനാലിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. സോ സെക്ഷനാലിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റ്, ആ ഒരു തിയറി പറയുന്നത് നമ്മൾ ഏതെങ്കിലും തരത്തിൽ വൾണറബിലിറ്റീസ് അനുഭവിക്കുന്ന ആളുകളാണെന്ന് വിചാരിക്കാം. ഓക്കെ, ആ വൾണറബിലിറ്റീസിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് നമ്മളിൽ വന്നിരിക്കുന്ന ഐഡന്റിറ്റീസ്, നമ്മളിലുള്ള ചില ഐഡന്റിറ്റീസിന് നമ്മൾ അനുഭവിക്കുന്ന വൾണറബിലിറ്റീസിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് ഇടയാക്കും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പം നമ്മൾ ക്ലൈമറ്റ് ക്രൈസിസിന്റെ കാര്യം തന്നെ എടുക്കാം. ക്ലൈമറ്റ് ക്രൈസിസ് നമ്മൾ പറയും, ഇപ്പം ക്ലൈമറ്റ് റിലേറ്റഡ് ഇപ്പം ചൂട് കൂടും, നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ചൂട് കൂടുകയാണ്. ഈ ചൂട് കൂടുന്നതുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ രാജ്യത്ത് എല്ലാവരും അനുഭവിക്കുന്നു എന്ന് നമ്മൾ കൃത്യമായിട്ട് പറയും. അതൊരു വലിയൊരു സൂപ്പർ സെറ്റിന്റെ ഫോം ആയിട്ട് നമ്മൾ പറയും. പക്ഷേ അതിന്റെ കുറച്ചുകൂടെ സബ് ലെവലിലേക്ക് ഇറങ്ങി ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെയുള്ള എല്ലാ ആളുകളും ഈ ക്ലൈമറ്റ് ക്രൈസിസ്, ഏതൊരു ഈ പറഞ്ഞ പോലെ ചൂട് കൂടുന്നതിന്റെയോ അല്ലെങ്കിൽ മഴ വർദ്ധിക്കുമ്പോൾ ആ ഒരു വെള്ളപ്പൊക്കത്തിന്റെ മൂലമൊക്കെയുള്ള ആ ഒരു ബുദ്ധിമുട്ടുകൾ ഇവിടെയുള്ള എല്ലാ ജനങ്ങളും ഒരുപോലെയാണോ അനുഭവിക്കുന്നത്? ഒരിക്കലുമല്ല. കാരണം ജനങ്ങളുടെ ഐഡന്റിറ്റീസ് ആ ഒരു വൾണറബിലിറ്റീസിനെ എൻഹാൻസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ചില ഐഡന്റിറ്റീസ് ഞാൻ പറയാം. ഏതാ നമ്മൾ റിച്ച് ആണോ പൂർ ആണോ എന്നുള്ള കാര്യം. ഓക്കെ, ഇപ്പോൾ പൂർ ഓർ റിച്ച് അതൊരു ഐഡന്റിറ്റിയാണ്, വെൽത്തിന്റെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റിയാണ്. ദെൻ ജെൻഡർ ബേസ് ആയിട്ടുള്ള ഫീമെയിൽ, ഓക്കെ, ഫീമെയിൽ ഓർ മെയിൽ, അങ്ങനെ ജെൻഡർ വൈസ് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റീസ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഡിസേബിലിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഡിസേബിലിറ്റി ഉള്ള ആളാണോ, ഡിസേബിലിറ്റി ഉള്ള ആളാണോ ഇല്ലാത്ത ആളാണോ, ആ ഒരു ടൈപ്പ്, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഐഡന്റിറ്റീസ് ഉണ്ടാവും. സോ ഈ ഐഡന്റിറ്റീസിന്റെ കോമ്പിനേഷൻസ് പലപ്പോഴും എന്ത് ചെയ്തേക്കാം, നമ്മൾ അനുഭവിക്കുന്ന വൾണറബിലിറ്റീസിനെ എൻഹാൻസ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ പറഞ്ഞ നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങൾ വെച്ചിട്ട് റൂറൽ ആകാം അല്ലെങ്കിൽ അർബൻ ആകാം. ഓക്കെ, ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ഐഡന്റിറ്റീസ് ഉണ്ട്. ഞാൻ പറയുന്ന ഈ ഐഡന്റിറ്റീസിന്റെ ഒരു കോമ്പിനേഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഫീമെയിൽ സിറ്റിസൺ ഹു ഈസ് ബീങ് ഫ്രം എ പുവർ ഫാമിലി, അതോടൊപ്പം തന്നെ ആളി പറഞ്ഞ പോലെ ഡിസേബിൾഡ് ആണെന്നും കൂടെ വിചാരിക്കുക, ആൻഡ് ഷീ ഈസ് കമ്മിങ് ഫ്രം എ റൂറൽ ഏരിയ. അപ്പോൾ ഇത് വരുമ്പോഴേക്ക് ഈ 4 വൾണറബിലിറ്റീസും കൂടെ ചേർന്ന് വരിക. അപ്പോൾ തീർച്ചയായിട്ടും ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നത്തിനകത്ത് ഏറ്റവും കൂടുതൽ ചിലപ്പോൾ ദുരിതം അനുഭവിക്കുന്ന ആരായിരിക്കും? ഈ പർട്ടിക്കുലർ കാൻഡിഡേറ്റ് അല്ലെങ്കിൽ മീൻസ് ഈ പർട്ടിക്കുലർ ആളായിരിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയിരിക്കും. കമ്പയർഡ് ടു ദ കൗണ്ടർ പാർട്ട്, റിച്ച് ആയിട്ടുള്ള ആളോ അല്ലെങ്കിൽ മെയിൽ ആയിട്ടുള്ള ആളോ ഡിസേബിലിറ്റി ഇല്ലാത്ത ഒരാളോ അർബൻ ഏരിയയിൽ താമസിക്കുന്ന ഒരാളെ കമ്പയർ ചെയ്യുമ്പോഴേക്കും നമ്മൾ ഈ പറഞ്ഞ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കൂടുതൽ ആ ഒരു ഡിസാസ്റ്ററിന്റെ അല്ലെങ്കിൽ ആ ഒരു
ഇൻസിഡന്റിന്റെ ദുരിതം അനുഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് പറഞ്ഞു നൽകുന്നതാണ് ഇന്റർസെക്ഷനാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇന്റർസെക്ഷനാലിറ്റി മീൻസ് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വൾണറബിലിറ്റീസ് ഫേസ് ചെയ്യുന്നെന്ന് വിചാരിക്കാം, ആ വൾണറബിലിറ്റീസിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് എന്തുകൊണ്ട് സാധിക്കപ്പെടും? നമ്മളുടെ മേലുള്ള ഐഡന്റിറ്റീസ് ചിലപ്പോൾ ആ വൾണറബിലിറ്റീസിനെ എൻഹാൻസ് ചെയ്യിക്കും എന്നുള്ളതാണ് ഇന്റർസെക്ഷനാലിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ട് പറഞ്ഞു നൽകുന്നത്. ആ ഇന്റർസെക്ഷനാലിറ്റിയുടെ കൺസെപ്റ്റാണ് നമുക്ക് ഇവിടെ ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഉടനീളം വുമൺ ആൻഡ് ചിൽഡ്രൻ എന്തുകൊണ്ട് ഈ പറഞ്ഞ പോലെ ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്രൈസിസ് കൊണ്ട് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ടും പറഞ്ഞു നൽകുന്നത്. സോ ഇവിടെ ആ ഒരു ജെൻഡർ വൈസ് ആയിട്ടുള്ള ആ ഒരു ക്ലൈമറ്റിന്റെ ആ ഒരു പ്രശ്നങ്ങൾ പറഞ്ഞു തരാണ്ട് രണ്ട് പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമതാണ് ഈ പറഞ്ഞ പോലെ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ 4-5ന്റെയും ഡേറ്റകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇത് നൽകുന്നത് ജെൻഡർ ഡിസ്പാരിറ്റീസ് ഇൻ ക്ലൈമറ്റ് ഇമ്പാക്ട്, ജെൻഡർ ഡിസ്പാരിറ്റീസ് ക്ലൈമറ്റ് മൂലമുണ്ടാകുന്ന ഇമ്പാക്ട് എങ്ങനെയാണ് ജെൻഡർ ഡിസ്പാരിറ്റീസിലേക്ക് വരുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ രണ്ട് റിപ്പോർട്ടുകൾ NFSS നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ റിപ്പോർട്ട് 4-5 പറഞ്ഞു നൽകുന്നത് women living in drought-prone districts were more underweight. Okay, underweight experienced more intimate partner violence and had a higher prevalence of girl marriages, etc. എന്ന് പറയുന്നത് ചൈൽഡ് മാരേജ് പോലുള്ള പ്രശ്നങ്ങൾ, ഐ മീൻ പിന്നെ ഈ പറഞ്ഞ പോലെ പാർട്ട്നേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഡൊമസ്റ്റിക് വയലൻസുകളുടെ ഭാഗമായിട്ട് അണ്ടർ വെയിറ്റ് ആയിട്ട് മാറപ്പെടുന്നത് ഇങ്ങനെയുള്ള ആളുകൾ, സ്ത്രീകൾ പൊതുവെ ഈ പറഞ്ഞ പോലെ എവിടെ നിന്ന് വരുന്നതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏത് ഏരിയാസിലാണ് പൊതുവെ കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രോട്ട് പ്രോൺ ആയിട്ടുള്ള ഡിസ്ട്രിക്റ്റുകളിൽ പഠനം നടത്തിയപ്പോഴേക്കും ഇങ്ങനെ ഒരു പ്രശ്നം കണ്ടുവരുന്നുണ്ട്. സോ അതേപോലെ തന്നെ ക്ലൈമറ്റ് ഇൻഡ്യൂസ്ഡ് ക്രോപ്പ് ഈൽഡ് റിഡക്ഷൻസ് ഒക്കെ തന്നെ ഈ പറഞ്ഞ പോലെ ഫുഡ് സെക്യൂരിറ്റിയിലേക്ക് നയിച്ചേക്കാം, വിച്ച് ഡിസ്പ്രപ്പോർഷനേറ്റ്ലി അഫക്റ്റിംഗ് ദ വുമൺ ഇൻ അഗ്രികൾച്ചർ ലൈവ്ലിഹുഡ്. പലപ്പോഴും ഇപ്പോൾ ഗ്രാമീണ മേഖലകളിലാണ് നമ്മൾ കൂടുതലായിട്ടും അഗ്രികൾച്ചർ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നത്. അവിടെ ക്ലൈമറ്റ് റിലേറ്റഡ് പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും അഗ്രികൾച്ചർ ക്രോപ്പ് ഈൽഡിനകത്ത് കുറവ് വരും. ആ ഈൽഡിലെ കുറവ് തീർച്ചയായിട്ടും ഫാമിലി ഇൻകത്തിലേക്ക് റിഫ്ലക്ട് ചെയ്യും. ഫാമിലി ഇൻകത്തിലേക്ക് റിഫ്ലക്ട് ചെയ്യുമ്പോഴേക്കും പലപ്പോഴുമാണ് ഈ ചൈൽഡ് മാരേജസ് ഒക്കെ തന്നെ പലപ്പോഴും നടക്കുന്നത്. അല്ലെങ്കിൽ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യത്തിലേക്ക്, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലേക്ക് അത് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് മാറാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ ജെൻഡർ ഡിസ്പാരിറ്റീസിലേക്ക്, ക്ലൈമറ്റ് മൂലം ജെൻഡർ ഡിസ്പാരിറ്റീസിലേക്ക് വഴി തെളിക്കാം എന്നുള്ളത് ഈ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ റിപ്പോർട്ട് 4-5 അടിസ്ഥാനത്തിൽ പറയാനായിട്ട് സാധിക്കും. ഇനി അടുത്തതാണ് ഇവിടെ ഒരു റിപ്പോർട്ടായിരുന്നു കൗൺസിൽ ഓൺ എനർജി, എൻവയോൺമെന്റ് ആൻഡ് വാട്ടറിന്റെ 2021 റിലീസ് ചെയ്ത റിപ്പോർട്ടാണ്. ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് 75% ഓഫ് ഇന്ത്യൻ ഡിസ്ട്രിക്ട്സ് ആർ വൾണറബിൾ ടു ഹൈഡ്രോമെറ്റ് ഡിസാസ്റ്റേഴ്സ്. ഇതൊന്ന് പ്രിലിംസിന് ഓർത്തിരിക്കുക. എന്താണ് ഹൈഡ്രോമെറ്റ് ഡിസാസ്റ്റേഴ്സ്? ഹൈഡ്രോമെറ്റ് ഡിസാസ്റ്റർ എന്ന് പറയുന്ന വാക്കിൽ തന്നെയുണ്ട് ഹൈഡ്രോളജിക്കലായിട്ട് ഫോം ചെയ്യപ്പെടുന്ന ഡിസാസ്റ്റേഴ്സിനെ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. സോ സച്ച് ആസ് ഫ്ലഡ്, ഡ്രോട്ട് ആൻഡ് സൈക്ലോൺസ്. ഈ പറഞ്ഞ പോലെ വാട്ടർ റിലേറ്റഡ് ആയിട്ട്, വാട്ടറിന്റെ അളവ് കൂടുമ്പോഴേക്കും ഫ്ലഡ്, കുറയുമ്പോഴേക്കും ഡ്രോട്ട്, മീൻസ് അതുമായിട്ട് അസോസിയേറ്റഡ് സൈക്ലോൺസ് പറയാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ഡിസാസ്റ്റേഴ്സിനെയാണ് നമ്മൾ ഹൈഡ്രോളജിക്കൽ ആൻഡ് മെട്രോളജിക്കൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പ്രധാനമായിട്ടും പറയപ്പെടുന്നത്. എക്സ്ട്രീം വെതർ ഇവന്റ്സ് ആൻഡ് സബ്സിക്വന്റ് ചേഞ്ചസ് ഇൻ വാട്ടർ സൈക്കിൾ പാറ്റേൺ സിവിയർലി ഇമ്പാക്ട് ആക്സസ് ടു സേഫ് ഡ്രിങ്കിങ് വാട്ടർ. പലപ്പോഴും നമ്മൾ കാണാറുള്ളതാണ്, നമ്മളൊക്കെ വീടുകളിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നത് നമ്മൾ വീടുകളിലുള്ള സ്ത്രീകളാണ്, വുമൺ ആൻഡ് ഈ പറഞ്ഞ പോലെ ചിൽഡ്രൻ ഒക്കെയാണ്, വുമൺ ആണ് കൂടുതലായിട്ട് ഏർപ്പെടുന്നത്. അപ്പോൾ അവിടങ്ങളിൽ പലപ്പോഴും സേഫ് ഡ്രിങ്കിങ് വാട്ടർ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ പലപ്പോഴും പല വീടുകളിലും സ്ത്രീകൾക്ക് ഈ പറഞ്ഞ പോലെ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്, എസ്പെഷ്യലി സമ്മർ സീസൺ ഒക്കെ ആയി കഴിയുമ്പോഴേക്കും. സോ ആ ഒരു ലോങ് ഡിസ്റ്റൻസ് ട്രാവലിലേക്ക് പോയി കഴിയുമ്പോഴേക്കും പലപ്പോഴും ഇവർ പല രീതിയിലുള്ള വയലൻസുകൾ നേരിടാനായിട്ടുള്ള സാധ്യതകളും, ക്രൈംസ് ഒക്കെ ആണെങ്കിലും സ്ത്രീകൾ നേരിടാനായിട്ടുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. അപ്പോൾ അത്തരത്തിൽ സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് പലപ്പോഴും സ്ത്രീകൾക്ക് നഷ്ടപ്പെടുന്നതും ഈ ക്ലൈമറ്റ് ക്രൈസിസ് സിറ്റുവേഷൻസിൽ നമുക്ക് കാണാനിടയാകുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള രണ്ട് റിപ്പോർട്ടുകളാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇത് രണ്ട് ഡേറ്റാസ് നമുക്ക് മെയിൻസിനൊക്കെ വളരെയധികം ആവശ്യമായിട്ട് മാറിയേക്കാം. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് സജഷൻസ് അല്ലെങ്കിൽ വേ ഫോർവേഡ് ആയിട്ട് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് മെയിൻ ആയിട്ട് പറയുന്നതാണ് വുമൺ എംപവർമെന്റ് ഷുഡ് ബി ഡൺ. കാരണം വുമൺ എംപവർമെന്റ് കൃത്യമായിട്ട് നടന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് തന്നെയാണ് അത് വഴി തെളിക്കുന്നത്. കാരണം ഇറ്റ് എവിഡന്റ്ലി ഈ പറഞ്ഞ നമ്മുടെ രാജ്യത്തിന്റെ മൊത്തം ഇപ്പോൾ എസ്പെഷ്യലി അഗ്രികൾച്ചർ ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്. അഗ്രികൾച്ചർ മേഖലയിൽ സ്ത്രീകൾക്ക് ആ ഒരു തുല്യമായിട്ടുള്ള ഒരു വുമൺ എംപവർമെന്റ് നടപ്പാക്കി കഴിഞ്ഞപ്പോഴേക്കും ഇറ്റ് വാസ് എവിഡന്റ് ദാറ്റ് ഇൻ ഇൻക്രീസ് ഓഫ് 20-30% ഓഫ് ക്രോപ്പിന്റെ ഈൽഡുകളിലൊക്കെ ആണെങ്കിലും ടോട്ടൽ ഇൻകത്തിന്റെ കാര്യത്തിലാണെങ്കിലും വർധനവ് കൃത്യമായിട്ടും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പലപ്പോഴും പല ക്ലാസ്സുകളിലും നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട് 2047 ഇന്ത്യക്ക് ഒരു ഡെവലപ്ഡ് കൺട്രി ആയിട്ട് മാറണമെങ്കിൽ ദർ ഷുഡ് ബി എ ജെൻഡർ ഇക്വാളിറ്റി ഇൻ വർക്ക്പ്ലേസിലൊക്കെയാണ് ജെൻഡർ ഇക്വാളിറ്റി ഉണ്ടായിരിക്കണം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെയൊക്കെയാണെങ്കിൽ ഇവിടെ വർക്ക് ചെയ്യാനായിട്ടൊക്കെ സാധിക്കണം. എങ്കിലേ നമുക്ക് ഡെവലപ്മെന്റ് കൃത്യമായിട്ട് സാധിക്കത്തുള്ളൂ. ദെൻ ലോക്കൽ സൊല്യൂഷൻസ് അഡാപ്റ്റേഷൻസ്, ഈ പറഞ്ഞ പോലെ ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, ഈ പറഞ്ഞ പോലെ എൻവയോൺമെന്റ് കൺസർവേഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ട്രൈബൽ ഏരിയസിലും റൂറൽ വുമൻസിനും ഒക്കെ തന്നെ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ആ കോൺട്രിബ്യൂഷൻ കൃത്യമായിട്ട് ഇവിടെ നടപ്പാക്കാനായിട്ട് സാധിക്കും. ദെൻ ഇമ്മീഡിയറ്റ് ആക്ഷൻ ഫ്രം ദ പാർട്ട് ഓഫ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങൾ, മീൻസ് എസ്പെഷ്യലി വുമൺ എംപവർമെന്റിന് വേണ്ടി സഹായിക്കുന്ന രീതിയിലുള്ള സ്കീമുകളൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ പ്രോഗ്രാംസ് ഒക്കെ ആണെങ്കിലും കൃത്യമായിട്ടും കണ്ടക്ട് ചെയ്യപ്പെടണം എന്നുള്ളതാണ് അടുത്തൊരു സജഷൻ ആയിട്ട് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് എക്സാമിന്റെ വ്യൂ പോയിന്റിൽ നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. ഇനി രണ്ടാമത്തെ ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യണം.
The import restrictions on solar photovoltaic cells, പി വി സെൽസ് എന്ന് പറയുമ്പോൾ ഫോട്ടോവോൾട്ടൈക് സെൽസ് ആണ് സോളാർ പി വി സെൽസ്. സോ സോളാർ പ്രൊഡക്ഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടും അതേപോലെ തന്നെ ഗവർണൻസുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ ആയതുകൊണ്ട് തന്നെ GS പേപ്പർ 2-നകത്തായിരിക്കും ഈ ഒരു ആർട്ടിക്കിളിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനകത്ത് ഇപ്പം ഓൾറെഡി നമുക്ക് സോളാർ പാനൽ സെൽസ് അല്ലെങ്കിൽ സോളാർ ഫോട്ടോവോൾട്ടൈക് സെൽസ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ടൊക്കെ സാധിക്കും. അല്ലെങ്കിൽ ഈ പിക്ചറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനത്തെ ഈ പറഞ്ഞ പോലെ ഇപ്പം ഒട്ടുമിക്ക വീടുകളിൽ അല്ലെങ്കിൽ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും സോളാർ പാനലുകൾ ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കാര്യം കണ്ടിട്ടുണ്ടാവും. അതിനെ സഹായിക്കുന്നതാണ് ഈ സെല്ലുകൾ, ഇത്തരത്തിലുള്ള സോളാർ സെല്ലുകൾ അല്ലെങ്കിൽ സോളാർ മൊഡ്യൂൾസ് ബേസിക്കലി വെച്ചിട്ട് അതിൽ നിന്നുമാണ് നമ്മൾ വൈദ്യുതിയും കാര്യങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത്. സോ എനിവേ ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഇന്ത്യയിൽ എസ്പെഷ്യലി പറഞ്ഞ സോളാർ എനർജിയുടെ ഉൽപ്പാദനം കൂട്ടാനായിട്ട് ഒരുപാട് സ്കീമുകൾ ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. സോ അത്തരത്തിലുള്ള സ്കീമുകളൊക്കെ ആണെങ്കിലും ലോഞ്ച് ചെയ്യുമ്പോഴേക്കും അത് കൃത്യമായിട്ടും ജനങ്ങൾ അത് സ്വീകരിക്കാൻ മടിക്കുന്നതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിയാണ്, ഈ പറഞ്ഞ സോളാർ എനർജി നമുക്ക് ഉൽപ്പാദിപ്പിക്കാം, അത് ഉപയോഗിച്ച് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇലക്ട്രിസിറ്റി ജനറേഷന്റെ ഭാഗമൊക്കെ ആകാം, ശരിയാണ്. ബട്ട് സ്റ്റിൽ ജനങ്ങൾ അതിലേക്ക് വരാനായിട്ട് മടിക്കുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുമ്പോഴേക്കും ഇതിന്റെ ഇൻസ്റ്റലേഷൻ കോസ്റ്റ് ആണ്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നല്ലൊരു തുക കൃത്യമായിട്ടും ആവശ്യമായിട്ട് മാറിയേക്കാം. ആ ഒരു തുക ഇപ്പം എനിവേ ഈ പറഞ്ഞ പോലെ 1.5 lakhs ആ ഒരു റേഞ്ചിലേക്കൊക്കെയാണ് ഒരു മീഡിയം ഒരു 3 kW ആ ഒരു സോളാർ എനർജി ഇൻസ്റ്റലേഷനൊക്കെ നമുക്ക് പലപ്പോഴും ആവശ്യമായിട്ട് മാറുന്നത്. സോ അത്തരത്തിലൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരും, ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരുമല്ലോ എന്നുള്ളതാണ് പല ആളുകളെയും ഇതിലേക്ക് വരാനായിട്ട് മടിക്കുന്നത്. ഈ ഇത്രയും കോസ്റ്റ് വരാനായിട്ടുള്ള മെയിൻ കാരണം ഈ സോളാർ എനർജിയുടെ പ്രൊഡക്ഷൻ, ഈ ഫോട്ടോ വോൾട്ടൈക് സെല്ലുകളുടെ കോസ്റ്റ് ആണ്. കാരണം ഇന്ത്യയിൽ പ്രസന്റ്ലി നമ്മൾ ഈ സോളാർ സെല്ലുകളൊക്കെ തന്നെയും ഇമ്പോർട്ട് ചെയ്താണ്, ഏറെക്കുറെ നമ്മൾ ഇമ്പോർട്ടാണ് ചെയ്യുന്നത്. മോർ ദാൻ 50% നമ്മൾ ഇമ്പോർട്ടാണ് ചെയ്യുന്നത്, മെയിൻലി ഫ്രം 2 countries, ചൈനയിൽ നിന്നും വിയറ്റ്നാമിൽ നിന്നുമാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ സോളാർ സെല്ലുകൾ, മോഡ്യൂൾസ് ആയിക്കോട്ടെ സെല്ലുകളൊക്കെ ആയിക്കോട്ടെ നമ്മൾ പ്രധാനമായിട്ടും ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുന്നത്. സോ ആ ഇറക്കുമതിയുടെ ചെലവാണ് നമ്മുടെ ഇവിടുത്തെ അൾട്ടിമേറ്റ് സോളാർ പ്രൊഡക്ഷന്റെ കോസ്റ്റിലേക്ക് കൃത്യമായിട്ട് മാറുന്നത്. ഇവിടെ റീസെന്റ് പറഞ്ഞ പോലെ റിപ്പോർട്ട് നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ 2023-24 കാലഘട്ടത്തിലെ ഡേറ്റാസ് ആണ് ബേസിക്കലി സൂചിപ്പിക്കുന്നത്. ഈ പറഞ്ഞ പോലെ 5 വർഷങ്ങൾക്കിടയിൽ നമ്മൾ ചൈനയിൽ നിന്നും വിയറ്റ്നാമിൽ നിന്നൊക്കെ തന്നെയാണ് പ്രധാനമായിട്ട് ഇമ്പോർട്ട് ചെയ്തത് $11.17 ബില്യൺ വർത്ത് ആയിട്ടുള്ള സോളാർ സെല്ലുകളും മൊഡ്യൂൾസുമാണെന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം. ഇതിനകത്ത് കൃത്യമായിട്ടും ചൈനയെ അക്കൗണ്ട് ചെയ്യുന്ന 53%, ഇന്ത്യയുടെ ടോട്ടൽ സോളാർ സെൽ ഇമ്പോർട്ടിനകത്ത് 53% ചൈനയിൽ നിന്നുമാണ് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത്. ദെൻ സോളാർ PV മൊഡ്യൂൾസ്, ഫോട്ടോവോൾട്ടിക് മൊഡ്യൂൾസിന്റെ ഭാഗമായിട്ട് പറയുകയാണെങ്കിൽ 63% നമ്മൾ കൃത്യമായിട്ടും അവിടുന്നാണ് ഇറക്കുമതി ചെയ്തിരിക്കുന്നത്. സോ ഈ ഡേറ്റാസ് ഒന്ന് അറിഞ്ഞിരുന്നേക്കുക, കാരണം ഇതൊക്കെ വേണമെങ്കിൽ പ്രിലിംസിനാണെങ്കിൽ പോലും വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ സാധിക്കുന്നതാണ്. ഇന്ത്യയിലേക്ക് പ്രധാനമായിട്ടും സോളാർ സെല്ലുകളും മൊഡ്യൂളും സപ്ലൈ ചെയ്യുന്നത് ചൈനയും വിയറ്റ്നാമും ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കാം. സോ ദെൻ എന്തായാലും ഈ ഒരു കോസ്റ്റ് ആണല്ലോ ആളുകളെ ഇങ്ങോട്ടേക്ക് ഈ ഒരു സ്കീമിലേക്ക് വരാൻ മടിക്കുന്നത്. അതിന് മെയിൻ കാരണം ഈ സോളാർ സെല്ലുകളുടെ വലിയൊരു തുക തന്നെയാണ്. അപ്പോൾ ആ സോളാർ സെല്ലുകൾ ഇമ്പോർട്ട് ചെയ്യുന്നതിന് പകരം ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ചെങ്കിലുമൊക്കെ നമുക്ക് ആ ഒരു തുകയുടെ ചെലവ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്ന സ്കീമാണ് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം. 2020 ആ ഒരു കാലഘട്ടത്തിൽ ഗവൺമെന്റ് നടപ്പാക്കിയതാണ്. പക്ഷേ സ്റ്റിൽ പറയുവാണെങ്കിൽ അതുകൊണ്ട് ഒരുപാട് മെച്ചം നമുക്ക് കിട്ടുന്നില്ല. കാരണം നോക്കി, ഇപ്പോൾ ലാസ്റ്റ് 2023-24 ജനുവരി വരെയുള്ള കണക്കുകളാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെയും നമ്മൾ സ്റ്റിൽ മോർ ദാൻ 50% നമ്മൾ ഇമ്പോർട്ട് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കൃത്യമായിട്ടും കൂടുതലായിട്ടും സോളാർ എനർജിയുടെ ഭാഗമായിട്ട് ഈ പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ ഇൻസെന്റീവ് ആ ഒരു ഉദ്ദേശിച്ച സക്സസ് കാണുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പറയുന്നത്. സോ എനിവേ എന്തായാലും ഈ ഒരു ആർട്ടിക്കിളിനകത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ള എക്സാമിന് വ്യൂ പോയിന്റിൽ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീമിനെ കുറിച്ചിട്ടാണ്. സോ PLI സ്കീം ഷോർട്ടിൽ അറിയപ്പെടുന്നു. ഇത് മാർച്ച് 2020 ബേസിക്കലി ഇൻസ്റ്റാൾ ചെയ്ത് അവതരിപ്പിക്കുന്നത്. ഇതെന്തിനായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, അതുവരെ നമ്മൾ ചില ഏരിയസിലേക്കാണ് കേട്ടോ, ആ ഒരു ഏരിയസിലുള്ള ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇവിടെ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് എംപ്ലോയ്മെന്റ് ജനറേഷൻ നടപ്പാക്കാനായിട്ട് സാധിക്കും. തുടക്കത്തിൽ മാർച്ച് 2020 ആ ഇനീഷ്യൽ സമയത്ത് 3 ഇൻഡസ്ട്രീസിനെ കേന്ദ്രീകരിച്ചായിരുന്നു ഈ ഒരു സ്കീം നടപ്പാക്കിയത്. മൊബൈൽ ആൻഡ് അലൈഡ് കമ്പോണന്റ് മാനുഫാക്ചറിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഇലക്ട്രിക്കൽ കമ്പോണന്റ് മാനുഫാക്ചറിംഗ് ആൻഡ് മെഡിക്കൽ ഡിവൈസസ്, ഈ 3 മേഖലകളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ കറന്റ് ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന 14 കീ സെക്ടേഴ്സ് ആണ്. ഈ 14 കീ സെക്ടേഴ്സ് ഒന്ന് അറിഞ്ഞിരിക്കുന്നതായിരിക്കും, കാരണം ഫിലിംസിന് ചോദിക്കാൻ സാധ്യതയുണ്ടാവും. മൊബൈൽ മാനുഫാക്ചറിംഗ് ഓഫ് മെഡിക്കൽ ഡിവൈസസ്, ഓട്ടോമൊബൈൽസ്, ഓട്ടോ കമ്പോണൻസ്, ഫാർമസ്യൂട്ടിക്കൽസ്, ഡ്രഗ്സ്, സ്പെഷ്യാലിറ്റി സ്റ്റീൽ, ടെലികോം ആൻഡ് നെറ്റ്വർക്കിംഗ് പ്രോഡക്ട്സ്, ഇലക്ട്രോണിക് പ്രോഡക്ട്സ്, വൈറ്റ് ഗുഡ്സ്, ദെൻ ഫുഡ് പ്രോഡക്ട്സ്, ടെക്സ്റ്റൈൽ പ്രോഡക്ട്സ്. വൈറ്റ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ AC-യും LEDs-നും ഒക്കെ കേട്ടോ വൈറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഫുഡ് പ്രോഡക്ട്സ്, ടെക്സ്റ്റൈൽ പ്രോഡക്ട്സ്, സോളാർ PV മൊഡ്യൂൾസ്, അഡ്വാൻസ്ഡ് കെമിസ്ട്രി സെൽ ബാറ്ററീസ് ആൻഡ് ഡ്രോൺ കമ്പോണൻസ്. ഇത്രയും 14 സെക്ടേഴ്സ് ആണ് ഇപ്പോൾ നിലവിൽ പറയുകയാണെങ്കിൽ PLI സ്കീമിന്റെ ഭാഗമായിട്ടുള്ളത്. ഇപ്പോൾ ഇവിടുന്ന് ഒരു ചോദ്യം വേണമെങ്കിൽ പ്രതീക്ഷിക്കാം, താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് PLI സ്കീമിൽ ഇല്ലാത്ത ഒരു സെക്ടർ എന്ന് വേണമെങ്കിൽ, ഈ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സെക്ടേഴ്സ് ഏതാണ് എന്ന് വേണമെങ്കിൽ ചോദിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് 14 കീ സെക്ടേഴ്സ് എന്ന് എടുത്തു പറഞ്ഞതും ഒന്ന് വായിച്ചു വെച്ചേക്കാം. ഓക്കെ, ദെൻ അണ്ടർ ദ PLI സ്കീമിൽ അടുത്ത പോയിന്റ് അറിഞ്ഞിരിക്കേണ്ടത്, ബോത്ത് ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ കമ്പനീസ് റിസീവ് ഫിനാൻഷ്യൽ റിവാർഡ്സ്.
അതായത് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നതിന് നമ്മൾ ഓരോ അഡീഷണൽ യൂണിറ്റുകൾ ഉൽപ്പാദിപ്പിക്കുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീമിന്റെ ഭാഗമായിട്ടുള്ള സപ്പോർട്ടിംഗ് മെഷേഴ്സ് നമുക്ക് കിട്ടുക. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലായിട്ട് ഈ വർഷം നമ്മൾ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള എക്സ്ട്രാ എത്രയാണ് നമ്മൾ അഡീഷണൽ പ്രൊഡ്യൂസ് ചെയ്ത് അതിനുള്ള ഇൻസെന്റീവ് മേ ബി അത് പലപ്പോഴും എന്തെങ്കിലും ഒരു ഇൻസെന്റീവ് പോലെ ആയിരിക്കും പലപ്പോഴും കിട്ടുന്ന, മേ ബി ഒരു ടാക്സിന്റെ ചെറിയ ഇളവുകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസെന്റീവ് ആയിരിക്കും പലപ്പോഴും ഗവൺമെന്റിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻസെന്റീവ് കിട്ടാനായിട്ട് ആർക്കൊക്കെ അർഹതയുണ്ട്? ബോത്ത് ഡൊമസ്റ്റിക് കമ്പനീസിനും അതേപോലെ ഫോറിൻ കമ്പനീസിനും ഇതിന് പറ്റുമെന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കുക. ഒൺലി ഡൊമസ്റ്റിക് കമ്പനീസ് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ചോദിച്ചേക്കാം പ്രിലിംസിന്, അത് തെറ്റാണ്. ബോത്ത് ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ കമ്പനീസ് can receive financial rewards for manufacturing in India based on percentage of their revenue over up to 5 years. അപ്പോൾ എന്തായാലും അവരുടെ വരുമാനത്തിനൊക്കെ അടിസ്ഥാനമാക്കിയാണ് ഇൻസെന്റീവും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഗവൺമെന്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആർട്ടിക്കിൾ മെയിൻ ആയിട്ട് പ്രൊഡക്ഷൻ ഇൻസെന്റീവ് സ്കീമിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി നമ്മൾ അടുത്ത ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യുകയാണ്. പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിൾ കൂടിയാണ്, സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്ന മറ്റൊരു വെർഡിക്റ്റ് ആണ്. കാൻഡിഡേറ്റ്സ് ഹാവ് എ റൈറ്റ് ടു പ്രൈവസി ഫ്രം വോട്ടേഴ്സ് സീസ് സുപ്രീം കോർട്ട്. സോ ഇത് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. കാരണം ഇലക്ഷന്റെ സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും പത്രത്തിലൊക്കെ തന്നെ കാൻഡിഡേറ്റ്സ് അവരുടെ സ്വത്ത് വിവരങ്ങളൊക്കെ തന്നെ വെളിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇന്ന കാൻഡിഡേറ്റിന് ഉള്ള സ്വത്തുക്കൾ ഇത്രയാണ്, അദ്ദേഹത്തിന്റെ പേരിലുള്ള വസ്തുക്കൾ ഇന്നതൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാർത്തകൾ കാണാറുണ്ട്. അപ്പോൾ ഇതിനകത്താണ് ഇപ്പോൾ സുപ്രീം കോടതി ഇടപെട്ട് പറഞ്ഞിരിക്കുന്നത്, കാൻഡിഡേറ്റ്സിന്, ഐ മീൻസ് ഇലക്ഷൻ കാൻഡിഡേറ്റ്സിന് അവരുടെ എല്ലാ സ്വത്ത് വിവരങ്ങളും വെളിപ്പെടുത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, ബിക്കോസ് ദേ ആർ ഓൾസോ ഹാവിംഗ് ദ റൈറ്റ് ടു പ്രൈവസി ഫ്രം വോട്ടേഴ്സ്. അതായത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മൾ ഇലക്ഷന്റെ സമയത്ത് കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികൾ അദ്ദേഹത്തിന്റെ സ്വത്ത് വിവരങ്ങളെല്ലാം വെളിപ്പെടുത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എലക്ട് ചെയ്യുമ്പോഴേക്കും നമ്മൾ എലക്ട് ചെയ്ത് വിടേണ്ട ആൾക്കാരാണ്, അല്ലെങ്കിൽ അടുത്ത് വരാൻ പോകുന്ന 5 വർഷങ്ങളിലേക്ക് നമ്മളെ ഭരിക്കേണ്ട ആൾക്കാരാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ എല്ലാ കാര്യങ്ങളും ആ വോട്ടർ അറിഞ്ഞിരിക്കണം. എന്നിട്ട് വേണം അദ്ദേഹത്തിന് ആ വോട്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനമാക്കാനായിട്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ കാൻഡിഡേറ്റ്സിന്റെ എല്ലാ സ്വത്ത് വിവരങ്ങളും വെളിപ്പെടുത്തണം എന്നുള്ളത് ഇങ്ങനെ റൂൾസിനകത്ത് പരാമർശിക്കുന്നത്. പക്ഷേ ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്, കാൻഡിഡേറ്റ്സിന്റെ കാര്യത്തിൽ അവർ എല്ലാ സ്വത്ത് വിവരങ്ങളും വെളിപ്പെടുത്തിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് റൈറ്റ് ടു പ്രൈവസിയുടെ ഒരു ഭാഗമായിട്ട് കണക്കാക്കിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് അറിഞ്ഞിരിക്കേണ്ട, റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് ആണോ? യെസ്, ഒബ്വിയസ്ലി അതെ. ആർട്ടിക്കിൾ 21 പ്രകാരമുള്ള ഒരു ഫണ്ടമെന്റൽ റൈറ്റ് തന്നെയാണ് റൈറ്റ് ടു പ്രൈവസി. ഇത് ആർട്ടിക്കിൾ 21 പ്രകാരം ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് മാറ്റിയത്, റൈറ്റ് ടു പ്രൈവസി ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് മാറ്റിയത് ബേസിക്കലി KS പുട്ടുസ്വാമി കേസിലാണെന്നുള്ള കാര്യം ഓർക്കുക. സുപ്രീം കോടതിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ജഡ്ജ്മെന്റ് ആയിരുന്നു KS പുട്ടുസ്വാമി കേസ്. ആ ഒരു കേസിലാണ് റൈറ്റ് ടു പ്രൈവസി ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിപ്പോൾ കാൻഡിഡേറ്റ്സ് ടു ഇലക്ഷനും ആപ്ലിക്കബിൾ ആക്കി വെച്ചിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം ഓർത്തിരിക്കണം, ഇങ്ങനെ വെളിപ്പെടുത്തേണ്ടായിട്ടുള്ള സ്വത്തുക്കൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചെറിയ ചെറിയ കാര്യങ്ങൾ, മീൻസ് ചെറിയ വാല്യൂലുള്ള, ഇപ്പം 100 രൂപയുടെ ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അത് വെളിപ്പെടുത്തിയില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ചെറിയ വാല്യൂസിന്റെ കാര്യങ്ങളാണ് ഇതിനകത്ത് വെളിപ്പെടുത്തേണ്ടതായിട്ടുള്ളത്. പക്ഷേ ഹ്യൂജ് വാല്യൂ, അത് ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ടും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു വാല്യൂ ഉള്ള ഒരു സാധനമാണെങ്കിൽ തീർച്ചയായിട്ടും അത് എന്ത് ചെയ്തിരിക്കണം? ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ചെറിയ സാധനങ്ങളാണ്, മീൻസ് കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീഡ് നോട്ട് ലേ ഔട്ട് എവറി സ്ക്രാപ്പ് ഓഫ് ഹിസ് ഓർ ഹെർ പേഴ്സണൽ ലൈഫ് ആൻഡ് പൊസിഷൻസ് പാസ്റ്റ് ആൻഡ് പ്രസന്റ്. ചെറിയ ചെറിയ കാര്യങ്ങൾ വെളിപ്പെടുത്തിയില്ലെങ്കിൽ കുഴപ്പമില്ല. ബട്ട് എടുത്തു പറയുന്നുണ്ട്, ഇറ്റ്സ് നോട്ട് നെസറി ദാറ്റ് എ കാൻഡിഡേറ്റ് ഡിക്ലെയർ എവറി ഐറ്റം ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി ദാറ്റ് ഹി ഓർ ഹിസ് ഡിപെൻഡന്റ് ഫാമിലി മെമ്പേഴ്സ് ഓൺ അൺലെസ് ദീസ് ഐറ്റംസ് ആർ ഓഫ് സച്ച് വാല്യൂ ആസ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ സൈസബിൾ അസറ്റ്. സൈസബിൾ അസറ്റ് ആണ്. ഇപ്പോൾ 5 കോടി വിലയുള്ള ഒരു സാധനമാണെങ്കിൽ തീർച്ചയായിട്ടും വെളിപ്പെടുത്തണം. ഒരു സൈസബിൾ അസറ്റ് ആണ്. സോ സൈസബിൾ അസറ്റ് ആണെങ്കിൽ കൃത്യമായിട്ട് അത് വെളിപ്പെടുത്തിയിരിക്കണം. അല്ലാത്തവയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ വെളിപ്പെടുത്തിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളതാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാൻഡിഡേറ്റ് ടു ഇലക്ഷൻ ഷുഡ് ഡിസ്ക്ലോസ് എവറി ഐറ്റം അണ്ടർ ഹിം, മീൻസ് എവറി ഐറ്റം പൊസസ്ഡ് ബൈ ഹിം എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് തെറ്റായ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. കാരണം എവറി ഐറ്റം, ഇപ്പോൾ ഈ ഒരു വിധിയോടുകൂടി എവറി ഐറ്റം ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യമില്ല. സൈസബിൾ അസറ്റ് ആണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി? അത് ഡിസ്ക്ലോസ് ചെയ്താൽ മതി. ഓക്കെ. സോ എനിവേ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ DNA പഠിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.